ഒറ്റ വാക്കിൽ പറയൂ. എനിക്ക് ഇതിനെ പറയാനുള്ളത് തുഗ്ലക്ക് പരിഷ്കാരം എന്ന് മാത്രമാണ്. അതായത് 14 വർഷമായിട്ട് വർഷങ്ങളായി വിജയകരമായി നടത്തിയിരുന്ന ഒരു പ്രക്രിയ. കഴിഞ്ഞ വർഷം വന്നപ്പോഴാണ് ചില സ്റ്റേറ്റ് സിലബസിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ട രീതിയിൽ റാങ്ക് ലഭിച്ചില്ല എന്നുള്ള ചെറിയൊരു പരാതി ചില വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ഭാഗത്തുണ്ടായത്. എന്ന് വെച്ച് ഇത്തവണ പ്രോസ്പെക്ടസിന് ശേഷം വളരെ തിടുക്കത്തിൽ ഒരു തീരുമാനമെടുത്ത് ക്യാബിനറ്റിനെ കൊണ്ട് അപ്രൂവ് ചെയ്യിപ്പിച്ച് ഈ പദ്ധതി നടപ്പിലാക്കിയപ്പോൾ ഒരുപാട് അശാസ്ത്രീയത അതിൽ നിലനിന്നിരുന്നു. നമ്മൾ തന്നെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ CBSE-യിലും ICSE-യിലും നല്ല മാർക്ക് ലഭിച്ച വിദ്യാർത്ഥികൾ സ്റ്റേറ്റ് സിലബസിലെ കുട്ടികളെക്കാൾ ഒരുപാട് പിന്തള്ളപ്പെട്ടിട്ടുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, സ്റ്റേറ്റ് സിലബസിലെ വിദ്യാർത്ഥികളെ രക്ഷിക്കാനാണ് ഇത് ചെയ്തതെന്ന് ഒരു വിഭാഗം പറയുന്നുണ്ട്. ഈ നേരത്തെ ജോർജ് സാറ് പറഞ്ഞ പോലെ CBSE-യിലും ICSE-യിലും പഠിക്കുന്ന നമ്മളെ കുട്ടികൾ മലയാളികളാണ്. അപ്പൊ വിദ്യാർത്ഥികളെ വിവിധ തലങ്ങളിലായി തരംതിരിക്കുന്നതിന് പകരം ഒരു ഏകീകരണ സ്വഭാവം നടപ്പിലാക്കുന്നതിൽ തീർത്തും പരാജയപ്പെട്ടു എന്ന് വേണം ഇതിനെ പറയാൻ. മാത്രമല്ല, ഇതിനെക്കുറിച്ച് പഠിക്കാൻ ഒരു വിദഗ്ധ സമിതിയോ വേണ്ടത്ര ഗൃഹപാഠമോ ഒന്നും ചെയ്യാതെ തിരക്കിട്ട് ഈ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നിരവധിയാണ്. ഇതിനോടൊപ്പം നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഏതാണ്ട് 67,000-ലധികം വിദ്യാർത്ഥികൾ ഈ റാങ്ക് ലിസ്റ്റിലുണ്ട്. കേരളത്തിലാണെങ്കിൽ അതിൽ കൂടുതൽ സീറ്റുകളും ഉണ്ട്. അതിനപ്പുറം നമ്മൾ കാണേണ്ടത്, അയൽ സംസ്ഥാനങ്ങളായ കർണാടക, തമിഴ്നാട്, പോണ്ടിച്ചേരി, തെലങ്കാന, ആന്ധ്ര സംസ്ഥാനങ്ങളിൽ എഞ്ചിനീയറിംഗ് പ്രവേശനം സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിൽ നടക്കുന്ന ഒരു സമയം കൂടിയാണ്. അവർ കേരളത്തിൽ വന്ന് വിവിധ ഏജൻസികളിലൂടെ മലയാളി വിദ്യാർത്ഥികളെ പ്രവേശനത്തിന് വേണ്ടി പ്രേരിപ്പിക്കുന്ന ഒരു സമയം കൂടിയാണിത്. ഈ ഒരു അർത്ഥത്തിൽ പലപ്പോഴും 5 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ പ്രതിവർഷം എഞ്ചിനീയറിംഗ് പഠിച്ച് പുറത്തിറങ്ങുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇതിലുണ്ടാകുന്ന അശാസ്ത്രീയതയും ഡിലേയും കേരളത്തിലെ വിദ്യാർത്ഥികളെ ബാധിക്കും. ഒരുപക്ഷെ അത് തിരിച്ചറിഞ്ഞുകൊണ്ടാവണം സംസ്ഥാന ഗവൺമെന്റ് ഇനി തുടർ അപ്പീലിൽ പോയി വീണ്ടും പ്രശ്നം വഷളാക്കുന്നില്ല എന്നൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. എല്ലാ അർത്ഥത്തിലും വേണ്ടത്ര അവധാനത ഇല്ലാതെ, വേണ്ടത്ര ഗൃഹപാഠം ചെയ്യാതെ ചെയ്ത ഈ ഒരു തീരുമാനം തീർത്തും അശാസ്ത്രീയമാണ്. ഇതിന്റെ ശാസ്ത്രീയത വിലയിരുത്തിക്കൊണ്ട് തുടർ വർഷങ്ങളിൽ വ്യക്തമായ ഒരു തീരുമാനം എടുക്കാനാണ് ശ്രമിക്കേണ്ടത്. ഇതിനപ്പുറം നമ്മൾ അറിയേണ്ട കാര്യം, കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല വർഷങ്ങളായിട്ട് പൊതുപ്രവേശന പരീക്ഷ നടത്തുന്നുണ്ട്. അതുപോലെ ജോയിന്റ് എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ JEE മെയിനും JEE അഡ്വാൻസ്ഡിലൂടെയും NIT-യിലൂടെയും IIIT-യിലൂടെയും അതുപോലെ തന്നെ IIT-യിലെയും അഡ്മിഷൻ നടക്കുന്നു. അതുപോലെ കേന്ദ്ര സർവകലാശാലകൾ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് നടക്കുന്നു. രാജ്യത്തെ മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്ക് നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് നടത്തുന്നു. ഇതിലൊക്കെ പ്രാഥമിക യോഗ്യത +2-ന്റെ 50% എന്ന് പറഞ്ഞതിനപ്പുറം റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് പ്രവേശന പരീക്ഷയിൽ ലഭിച്ച മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ്. എന്തുകൊണ്ട് കേരളത്തിൽ അത് നടപ്പിലാക്കിക്കൂടാ? പ്രവേശന പരീക്ഷയുടെ മാർക്ക് നേരത്തെ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പ്രവേശന പരീക്ഷയിൽ വിദ്യാർത്ഥി, അത് ഏത് സിലബസ് പഠിച്ച വിദ്യാർത്ഥി ആയിക്കോട്ടെ, CBSE-യിലായിക്കോട്ടെ, ഏത് ബോർഡിലായിക്കോട്ടെ, സ്റ്റേറ്റ് ബോർഡിലായിക്കോട്ടെ, ICSE-യിലായിക്കോട്ടെ, പ്രവേശന പരീക്ഷയിൽ എത്ര മാർക്ക് ലഭിച്ചിട്ടുണ്ട്, ആ മാർക്കിനനുസരിച്ച് എന്തുകൊണ്ട് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിക്കൂടാ? അതും ആലോചിക്കേണ്ടതാണ്. ഈ ഏകീകരണ സ്വഭാവം തന്നെ 50% വെയിറ്റേജ് നൽകുന്നത് കൊണ്ട് മാത്രമാണ്. ഞാൻ മനസ്സിലാക്കുന്നത്, വളരെ ചുരുക്കം ചില സംസ്ഥാനങ്ങളിൽ മാത്രമേ +2-ന് വെയിറ്റേജ് നൽകുന്നുള്ളൂ. എല്ലാവരും പ്രവേശന പരീക്ഷ സ്കോറിന്റെ അടിസ്ഥാനത്തിലാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. അത്തരം ശാസ്ത്രീയത മനസ്സിലാക്കാനും നടപടിയെടുക്കാനും സംസ്ഥാന പ്രവേശന പരീക്ഷാ കമ്മീഷണറേറ്റ് തയ്യാറാകേണ്ടതാണ്. ഇതിനപ്പുറം കേരളത്തിലെ പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്ന 67,600-ഓളം വിദ്യാർത്ഥികൾക്ക് വീണ്ടും ഒരു ടെൻഷന്റെ ദിവസമാണ് ഇവർ കൊടുത്തത്. പക്ഷെ 24 മണിക്കൂറിനകം തന്നെ ഗവൺമെന്റ് അപ്പീലിൽ പോകുന്നില്ല, കഴിഞ്ഞ വർഷത്തെ തുടർ നടപടികളായി മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തീർത്തും സ്വാഗതാർഹമായ ഒരു കാര്യമാണ്. ഈ ഒരു അർത്ഥത്തിൽ വളരെ പെട്ടെന്ന് പ്രവേശന നടപടികൾ ഈ വർഷം പൂർത്തീകരിക്കണം, അതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം.